everyone, welcome to my new video travel with Neethu. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആംസ്റ്റർഡാമിലെ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഇതുപോലത്തെ ഐ ലവ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റിയുടെ പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു സൈൻ നമുക്ക് കാണാൻ പറ്റുമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആംസ്റ്റർഡാമിലെ ഐ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈനിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഇതുപോലത്തെ കുറച്ച് പിക്ചേഴ്സൊക്കെ ക്യാപ്ചർ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഈ സൈൻ ആംസ്റ്റർഡാമിലുള്ളത് ആദ്യത്തെ സിറ്റി സെൻറ്ററിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് നമ്മുടെ ആംസ്റ്റർഡാമിലെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു എയർപോർട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സൈൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറച്ച് പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുക്കാം. ഇതുപോലത്തെ വൈറ്റ് റെഡ് കോമ്പിനേഷനിലായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഐ ആംസ്റ്റർഡാം സൈൻ ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ആംസ്റ്റർഡാമിലെ കുറേ അടിപൊളി കനാൽസൊക്കെ കവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബോട്ട് ടൂർസ് അവൈലബിൾ ആണ്. കനാൽസിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബോട്ടിങ്, കനാൽസിലൂടെയുള്ള ഒരു ബോട്ടിങ് ഡെഫിനറ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് ടൂറിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആംസ്റ്റർഡാം സെൻട്രൽ ആണ് കേട്ടോ. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ നല്ല ബിൽഡിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബ്യൂട്ടിഫുൾ ചർച്ചും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബോട്ട് ടൂർസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ ചെറിയ ബ്യൂട്ടിഫുൾ കനാൽസ് ഉണ്ട്, ചെറിയ ചെറിയ കനാൽസ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിന്ന് ബോട്ടിങ് ചെയ്യാൻ പോണത്. അപ്പം നമ്മളിതാ നമ്മുടെ ബോട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഇന്ന് നമ്മളൊരു 1 hour ബോട്ട് ടൂർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ട് അവൈലബിലിറ്റി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓപ്പൺ ബോട്ട്സ് ആണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഓപ്പൺ ബോട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് ഇവിടുത്തെ ഇതുപോലത്തെ ചെറിയ ചെറിയ കനാൽസിലൂടെയൊക്കെ ഇവിടുത്തെ ഈ ഒരു അട്രാക്ഷൻസൊക്കെ കണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുക. മെയിനായിട്ട് ഒരു ബോട്ട് ഡ്രൈവറും അതുപോലെ തന്നെ ഒരു ഗൈഡാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ബോട്ട് ടൂറിൻ്റെ സമയത്ത് ഇവിടുത്തെ കുറച്ച് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും ഇവിടുത്തെ കുറച്ച് പ്രത്യേകതകളും പല ബിൽഡിങ്സിൻ്റെയും ടോപ്പ് അട്രാക്ഷൻ ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെയൊക്കെ കുറേ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു 1 hour ഇവിടുത്തെ ഒരു പ്ലേസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു ബോട്ട് റൈഡ് തന്നെയാണത്. അപ്പം ഞാൻ പേഴ്സണലി ഓപ്പൺ ബോട്ട് ചൂസ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് 2 സൈഡിലുള്ള കാഴ്ചകളും കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ വേറെ കുറച്ച് ബോട്ട്സ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ വേറെ പല സിറ്റിയിൽ പോയപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളി കവേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർനൂൺ ടൈമിലൊക്കെ ആകുമ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഗ്ലെയറൊക്കെ വന്നിട്ട് നമുക്ക് ഭംഗിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. അത് മാത്രമല്ല അത് കുറച്ച് താഴേക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലുള്ള കാഴ്ചകളൊന്നും ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ബോട്ടിന് റൂഫൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചുറ്റിനുള്ള കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ബോട്ട് ടൂർസ്
എടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഓപ്പൺ ബോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ എടുക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് ശരിക്കും കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സീറ്റാണ് കിട്ടിയത് കേട്ടോ. ശരിക്കും ആ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു സീറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സുഖമായിട്ട് ഇരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ചെറുതായിട്ട് തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബ്ലാങ്കറ്റും പില്ലോസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കവറൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തണുപ്പാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ആരും മിസ് ചെയ്യേണ്ട. ഇതാണ് അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ട് ടൂർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ക്ലോസ് ആയിട്ടുള്ളത് നമുക്കൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഒരു കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഓപ്പൺ സ്പേസിൽ കയാക്കിംഗ് ചെയ്യുന്നൊക്കെ പോലത്തെ ഒരു ഫീലുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വർത്തി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. 1 hour ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൽ കിട്ടിയത് ഇങ്ങനത്തെ ഒരു കോർണർ സീറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലേക്ക് നിൽക്കും ഈ ഒരു സീറ്റിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൊക്കത്ത് ഇരുന്നിട്ട് നന്നായിട്ട് ഇവിടുത്തെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ കോർണർ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് നല്ല വ്യൂ ആണ്. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് ബോട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംസ്റ്റർഡാമിലെ കനാൽസിലൂടെയാണ് ഈ ഒരു ബോട്ട് ടൂർ ഉള്ളത് കേട്ടോ. അപ്പോൾ ആംസ്റ്റർഡാം വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കനാൽ ടൂർസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത് നോക്കി ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കനാൽസ് എന്ന് പറയുന്നത്. ഒരു 4-5 കനാൽസിൻ്റെ പേര് നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കുറേ ബ്യൂട്ടിഫുൾ കനാൽസൊക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കനാലിൻ്റെ പേരെന്ന് പറയുന്നത് സിംഗിൾ ക്രാക്ട് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കനാൽ റിങ്ങിങ് ദ സിറ്റി എന്നാണ്. മറ്റൊന്നിൻ്റെ പേരെന്ന് പറയുന്നത് ഹെറൻ ക്രാക്ട് എന്നാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലോർഡ്സ് കനാൽ എന്നാണ്. പിന്നെ മറ്റൊന്നിൻ്റെ പേരെന്ന് പറയുന്നത് കെയ്സർ ക്രാക്ട് എന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എംപീറോർ കനാൽസ് എന്നാണ്. പിന്നെ മറ്റൊരു പേരെന്ന് പറയുന്നത് പ്രിൻസൻ ക്രാക്ട് എന്നാണ്. അതിൻ്റെ അർത്ഥം പ്രിൻസസ് ഓഫ് കനാൽ എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4-5 കനാൽസിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കനാലുകളിലൊക്കെ ഏറ്റവും പഴക്കം ചെന്ന കനാൽ എന്ന് പറയുന്നത് പ്രിൻസൻ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കനാലാണ് കേട്ടോ. ഇത് 1840 ഇത് ഇവരിവിടെ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കനാലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കനാലെന്ന് അറിയപ്പെടുന്നത് ഈ ഒരു കനാലാണ്. അപ്പോൾ ഈ ഒരു കനാൽസൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ബോട്ടിങ് ചെയ്യാൻ പറ്റാട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പഴക്കമുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ശരിക്കും ഇവർ ഈ കനാലുകൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഇവർ കടൽ വഴി സാധനങ്ങളൊക്കെ ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതെല്ലാം ഇപ്പോൾ ഈ സൈഡിലുള്ള വീടുകളിൽ അന്നത്തെ കാലത്തൊക്കെ ആളുകളാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ വീടുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കനാൽ മാർഗം അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാ വീടുകളുടെയും ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു ഹുക്ക് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ഒരു കനാലിലൂടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറ്റിയതിന് ശേഷം ആ ഒരു ഹുക്ക് വഴി മുകളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹുക്ക് ഇട്ടിട്ടുള്ളത്. അതുമാത്രമല്ല വീടുകൾക്കൊക്കെ ചെറിയൊരു ചരിവ് കാണാൻ പറ്റും ഫ്രണ്ടിലോട്ട്. കാരണം സാധനങ്ങൾ മുകളിലേക്ക് കയറ്റുമ്പോൾ അത് ആ ചുമരിലൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫ്രണ്ടിലേക്ക് മേൽഭാഗം ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇവർ ഇവിടുത്തെ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബോട്ടിങ് ചെയ്യുമ്പോൾ 2 സൈഡിലും നോക്കി ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് കാണാമല്ലേ. അതിനകത്ത് കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും നമുക്ക് ഫുൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുള്ള വീടുകൾ കാണാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1665 പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇപ്പോൾ കൊറോണ വൈറസ് ഒക്കെ പോലത്തെ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് ആവുകയും ഇവിടെ ഈ ഒരു ആംസ്റ്റർഡാം സിറ്റിയിൽ ഈ ഒരു ഏരിയയിലുള്ള 70% പോപ്പുലേഷനെയും കൊന്നൊടുക്കിയ ഒരു വൈറസ് ആയിരുന്നു അത്. അപ്പോൾ അന്നത്തെ കാലത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച വീടിൻ്റെ അർത്ഥം ആ വീടുകളിൽ ഈ ഒരു വൈറസ് ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അവിടേക്ക് പോകരുത് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ബ്ലാക്ക് പെയിൻറ് ഇവരടിച്ചത്. അപ്പോൾ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു കനാലിൻ്റെ തന്നെ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഏരിയാസാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ബ്രിഡ്ജാണല്ലേ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ബ്രിഡ്ജസ് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബ്രിഡ്ജസ് ആണെന്നുള്ളതാണ്. അപ്പോൾ വലിയ ബോട്ടുകൾ വരുമ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അത് ഇവിടെ ഈ ഒരു ആംസ്റ്റർഡാം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്ത് പോയാലും നമുക്ക് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജസ് കാണാൻ പറ്റും. അപ്പോൾ ആ വലിയ വലിയ ബോട്ട് വരുമ്പോൾ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ
കനാലുകളിൽ പല സ്ഥലത്തും ഇതിൻ്റെ ആഴം എന്ന് പറയുന്നതും അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഏകദേശം ഒരു ആവറേജ് 2.6 മീറ്റേഴ്സാണ് ഇവിടുത്തെ കനാൽസിൻ്റെ ഡെപ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ പല ഏരിയയിലും ചില ഏരിയയിൽ ഭയങ്കര ടൈനി ആയിട്ടുള്ള കനാലും ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയസ് ആണുള്ളത്. അത് കഴിഞ്ഞാൽ ഇതുപോലെ പല സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ കനാലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവും. അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജസും ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാണാൻ നല്ല ഭംഗിയുള്ള കനാലുകളാണെങ്കിൽ പോലും നമുക്കിവിടെ സ്വിമ്മിങ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. 140 യൂറോ ആണ് ഇതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർ ബോട്ടിങ് സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യണ പോലെ ഇവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല. ഇവിടെ ഇതുപോലെ ഒരുപാട് ബോട്ട്സിന് പെർമിറ്റ്സ് ഉണ്ട്. ബോട്ട് ഹൗസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ആംസ്റ്റർഡാം. കനാലുകൾക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സിറ്റികളിലൊന്നാണ് ആംസ്റ്റർഡാം സിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് ഏറ്റവും നല്ലത് നമ്മൾ നമ്മുടെ ഓൺ കാർസ് ഡ്രൈവ് ചെയ്തിട്ട് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒരു ബോട്ട് ടൂർ എടുത്ത് എല്ലാ പ്ലേസസും ഒറ്റയടിക്ക് തന്നെ കവർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് കാണുക എന്നുള്ളതാണ് കേട്ടോ. കാരണം കൊച്ചു കൊച്ചു കനാലും കൊച്ചു കൊച്ചു റോഡ്സാണ്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയെന്ന് വരില്ല കാറിൽ വന്നാലും. അപ്പോൾ കൂടുതൽ ആൾക്കാരും വാക്കിംഗ് ടൂർസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും അതുപോലെ ബോട്ട് ടൂർസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയ ആണത്. പ്രത്യേകിച്ച് ഈ ഒരു ടൈനി കനാൽസ് ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാർ പാർക്കിംഗ് സ്പേസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിറ്റി തന്നെയാണ് ഈ ഒരു ആംസ്റ്റർഡാമിൽ ഈ ഒരു കനാൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആംസ്റ്റർഡാമിലെ തന്നെ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കനാൽ സൈഡിലൊക്കെ കുറേ സൈക്കിൾസ് കാണാമല്ലേ. അപ്പോൾ സൈക്കിളുകൾക്ക് ഭയങ്കര പേര് കേട്ട ഒരു സിറ്റിയാണ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റിയുടെ ഒരു സിമ്പിൾ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്കൊരു ചെറിയൊരു രീതിയുണ്ട്. എന്താ വെച്ചാൽ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ സൈക്കിൾ കൊണ്ടുവന്നിട്ട് ഇവരുടെ കനാലുകളിലിടും. അപ്പോൾ ലാക്സ് ഓഫ് സൈക്കിൾസാണ് ഇവിടുത്തെ കനാലുകളിൽ നിന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഇവിടുത്തെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ട് ടൂർ എടുത്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ബോട്ടിൻ്റെ ഗൈഡ് നമുക്ക് ഇവിടുത്തെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തരുന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും 1 അവർ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.